നമസ്കാരം, ഞാൻ ജിനേഷ്. അച്ഛൻ പറഞ്ഞ കഥകളുടെ 40-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഉത്തര രാമായണത്തിൽ പറയുന്ന ബാലിയുടെയും സുഗ്രീവന്റെയും ജനന കഥയാണ് ഇന്നത്തെ കഥയിൽ പറയുന്നത്. ആ കഥ ഇങ്ങനെയാണ്. കാശ്യപ മഹർഷിക്ക് ദക്ഷന്റെ മകളായി വനിതയിൽ 2 പുത്രന്മാർ ജനിച്ചു, ഗരുഡനും അരുണനും. ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണെന്ന് നമുക്കറിയാമല്ലോ. ഗരുഡന്റെ ജ്യേഷ്ഠനായിരുന്നു അരുണൻ. പൂർണ്ണമായ ഗർഭാവസ്ഥയിലെ പൂർണ്ണ വളർച്ചയെത്താതെ ജനിച്ചതിനാൽ അരുണന് ശരീരം മുഴുവൻ ഒരു ചുവപ്പ് നിറമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചുവപ്പ് നിറത്തിന് അരുണം എന്നുകൂടി പേര് ലഭിച്ചത്. പ്രഭാതത്തിലെ സൂര്യരശ്മികൾക്ക് ഒരു ചുവപ്പ് നിറമായിരിക്കുമല്ലോ, ഇന്റൻസിറ്റി കുറഞ്ഞ ഒരു ചുവപ്പ് നിറം. അതിന് വ്യക്തമായ കാരണം ഇതാണ്. സൂര്യദേവൻ, വിശ്വാസപ്രകാരം സൂര്യദേവൻ വരുമ്പോൾ തേരാളിയായ അരുണനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉദയസൂര്യന്റെ അരുണ കിരണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അതുപോട്ടെ, കഥയിലേക്ക് വരാം. സൂര്യദേവന്റെ 7 കുതിരകളെ പൂട്ടിയ രഥത്തിന്റെ തേരാളിയായിരുന്നു അരുണൻ. ഒരിക്കൽ അരുണന് ദേവലോകത്തെ അപ്സരസുകളുടെ നൃത്തം കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായി. എന്നാൽ പുറമേ നിന്നുള്ള പുരുഷന്മാരെ അപ്സരസുകളുടെ നൃത്ത സമയത്ത് ദേവലോകത്ത് പ്രവേശിപ്പിക്കരുതെന്ന് ദേവേന്ദ്രന്റെ കർശനമായ വിലക്കുണ്ടായിരുന്നു. അതിനാൽ അരുണൻ പെൺവേഷം കെട്ടി അരുണി ദേവി എന്ന പേരിലാണ് ദേവലോകത്തേക്ക് പോയത്. ദേവലോകത്തെത്തിയ അരുണി ദേവിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ദേവേന്ദ്രൻ അരുണീദേവിയിൽ അനുരക്തനാവുകയും അങ്ങനെ ഇരുവരും ഗന്ധർവ വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർക്കൊരു പുത്രൻ ജനിച്ചു. ആ പുത്രനെ അഹല്യയുടെ ആശ്രമത്തിലെത്തി അഹല്യയ്ക്ക് വളർത്തുമകനായി ഏൽപ്പിച്ചു. അഹല്യ അറിയാമല്ലോ, ഗൗതമന്റെ ശാപമേറ്റ് കല്ലായി പിറന്ന അഹല്യയ്ക്ക് ശ്രീരാമൻ മോക്ഷം നൽകിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആ വളർത്തുമകനാണ്, അഹല്യയുടെ വളർത്തുമകനായി വളർന്ന പുത്രനാണ് ബാലി. ദേവലോകത്ത് നിന്ന് തിരിച്ചെത്തിയ അരുണനോട് സൂര്യദേവൻ വൈകിയതിന്റെ കാരണം അന്വേഷിച്ചു. അപ്പോൾ നടന്ന സംഭവം മുഴുവൻ അരുണന് സൂര്യദേവനോട് പറയേണ്ടി വന്നു. അപ്പോൾ കൗതുകത്താൽ അരുണന്റെ സ്ത്രീവേഷമായ അരുണിദേവിയെ കാണണമെന്ന് സൂര്യദേവൻ ആഗ്രഹിച്ചു. അങ്ങനെ പെൺവേഷം കെട്ടിയ വീണ്ടും അരുണിദേവിയുടെ വേഷം കെട്ടിയ വരുണനോട് സൂര്യദേവന് അനുരാഗം തോന്നുകയും അങ്ങനെ ഇരുവരും ഗന്ധർവ വിവാഹം കഴിയുകയും അവർക്കൊരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ പുത്രനെയും അഹല്യയുടെ ആശ്രമത്തിൽ തന്നെ എത്തി അവിടെ അഹല്യയ്ക്ക് വളർത്തുമകനായി നൽകി. ആ പുത്രനാണ് സുഗ്രീവൻ. അങ്ങനെ അരുണീദേവിയിൽ ഇന്ദ്രന്റെ മകനായി ബാലിയും സൂര്യദേവന്റെ മകനായി സുഗ്രീവനും ജനിച്ചു. ഇതാണ് ഉത്തര രാമായണത്തിൽ പറയുന്ന ബാലിയുടെയും സുഗ്രീവന്റെയും ജനന കഥ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 41-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.